അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇത് ഡോക്ടർ മുഹമ്മദ് കുഞ്ഞ് സഖാഫിയാണ്. നമ്മുടെ എക്സിക്യൂട്ടീവ് അംഗങ്ങളുടെ വിവിധ അഭിപ്രായങ്ങൾ ഈ റൂമിലൂടെ കേട്ട് കഴിയുമ്പോൾ ചെറിയൊരാശങ്ക ഉള്ളത് കൊണ്ടാണ് ഞാനിപ്പോൾ ഇടപെട്ട് സംസാരിക്കുന്നത്. നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ സംസ്ഥാന നേതൃത്വം ശൈഖുന കാന്തപുരം ഉസ്താദിന്റെ നേതൃത്വത്തിൽ നിരവധി തവണ ചർച്ച ചെയ്യുകയും നമ്മുടെ ഡിമാൻഡുകൾ വെക്കുകയും ആ ഡിമാൻഡുകളോട് പ്രതികരിക്കുന്നതിൽ ആത്മാർത്ഥത നമുക്ക് പരമാവധി ബോധ്യപ്പെടുകയും ചെയ്ത പശ്ചാത്തലത്തിൽ ഔദ്യോഗികമായി തന്നെ നമുക്ക് ഇപ്പോൾ നമ്മളെ കഴിഞ്ഞ പ്രാവശ്യം 5 വർഷക്കാലവും 186 ഗവൺമെന്റ് തസ്തികകൾ ഉണ്ടായിട്ടോ അതിൽ ഒന്നിൽ പോലും പരിഗണിക്കാതെയും മുസ്ലിം ലീഗിനെ സംബന്ധിച്ചിടത്തോളം കേരള യാത്രയിൽ ഒരു MLA പോലും സംബന്ധിക്കാൻ പാടില്ലെന്ന് പറയുകയും അവരവരുടെ മണ്ഡലത്തിൽ ഇബ്രാഹിം കുഞ്ഞിനെ പോലെയുള്ളവർ ചോദിച്ചിട്ട് പോലും കൊടുക്കാതെയും സ്വീകരണ യോഗത്തിൽ കയറാതെ വഴിയിൽ നിന്ന് ഉസ്താദിന്റെ കൈപിടിച്ച് മുസാഫഹത്ത് ചെയ്തു എന്ന കാരണത്താൽ മോയിൻകുട്ടി MLAക്ക് പോലും സീറ്റ് കൊടുക്കാതെയും ഒക്കെ നമ്മോട് സംഘടനയോട് കാണിച്ച വലിയ പ്രതിലോമ പ്രവർത്തനങ്ങൾക്ക് പരിഹാരമായിട്ടാണ് ഉസ്താദുമാർ നിരവധി ചർച്ചകൾക്ക് ശേഷം ഒരു തീരുമാനമെടുത്ത് നമ്മെ അറിയിച്ചിട്ടുള്ളത്. നമ്മുടെ തെക്ക് ഭാഗത്തെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ ആലപ്പുഴ ജില്ലയെ സംബന്ധിച്ചിടത്തോളം മുസ്ലിം ലീഗിന്റെ പ്രശ്നമില്ല എന്ന് കരുതി നാം ഏതെങ്കിലും മണ്ഡലങ്ങളെ വേർതിരിച്ച് അതിൽ മത്സരിക്കുന്ന ആളിന്റെ നന്മയോ മറ്റോ നോക്കി നാം ഇപ്പോൾ നിലപാട് സ്വീകരിച്ചാൽ അത് ഭരണമാറ്റമെന്ന നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യവും മുസ്ലിം ലീഗ് ഇല്ലാത്ത മന്ത്രിസഭ വന്നെങ്കിൽ മാത്രമേ നമ്മുടെ സംഘടനാപരമായി നമുക്ക് ഈ വിഷയത്തിൽ ഖൈറുള്ളൂ എന്ന തീരുമാനവും നമുക്ക് ശരിയായി നടപ്പിലാക്കാൻ കഴിയാതെ പോകും. അതുകൊണ്ട് കായംകുളം, അമ്പലപ്പുഴ എന്നല്ല ഒരൊറ്റ മണ്ഡലത്തിലും നമ്മുടെ നിലപാടിന് വിരുദ്ധമായ ഒരു സമീപനം വരാതെ നമുക്കാകെ ചർച്ച ചെയ്തിട്ടുള്ള ഒരു മണ്ഡലം കാസർഗോഡ് മണ്ഡലം മാത്രമാണ്. കാസർഗോഡ് മണ്ഡലത്തിൽ നാം അവസാനത്തെ വട്ടം രൂപരേഖ തയ്യാറാക്കി നോക്കുമ്പോൾ അവിടെ LDFന് വിജയസാധ്യതയില്ലാതെ BJP കടന്നു വരാൻ സാധ്യതയുണ്ട് എന്ന് മനസ്സിലാക്കി ആ ഒരൊറ്റ മണ്ഡലത്തിൽ BJPയുടെ അക്കൗണ്ട് തുറക്കാതിരിക്കുക എന്ന ലക്ഷ്യത്തിൽ UDFന് അനുകൂലമായും ബാക്കി എല്ലാ മണ്ഡലങ്ങളിലും LDFന് അനുകൂലമായും പ്രതികരിക്കണം എന്നാണ് നമ്മുടെ തീരുമാനം. അവിടെ നമ്മെ സംബന്ധിച്ചിടത്തോളം ഭരണമാറ്റവും അതുപോലെ നമ്മുടെ ഡിമാൻഡുകൾ വെച്ചപ്പോൾ മാന്യമായി പ്രതികരിക്കുകയും ഒക്കെ ചെയ്ത പശ്ചാത്തലത്തിൽ സംഘടനയും നേതൃത്വവും ഉറച്ച തീരുമാനമെടുത്തിട്ടാണ് നമ്മോട് പറഞ്ഞിട്ടുള്ളത്. ഇനി അതിലൊരാശങ്കയും വേണ്ട. ആരെങ്കിലും ചേർന്ന് പ്രവർത്തിക്കുന്നെങ്കിൽ അല്ലെങ്കിൽ വോട്ട് ചെയ്യുന്നില്ലെങ്കിൽ എന്നൊക്കെയുള്ള ആ കണ്ടീഷണൽ സെന്റൻസ് പോലും സംഘടനയുടെ ഏറ്റവും ഉയർന്ന വക്താക്കളായ എക്സിക്യൂട്ടീവ് അംഗങ്ങളായ നമ്മിൽ നിന്ന് വരാൻ പാടില്ലാത്തതാണ്. അപ്പൊ അതുകൊണ്ട് നമ്മെ സംബന്ധിച്ചിടത്തോളം ഇനി വളരെ മുറിഞ്ഞ് നമ്മുടെ ഒരു അനുഭാവി ഒരു പാർട്ടിയുടെ കൂടെ നിൽക്കുന്നെങ്കിൽ കഴിഞ്ഞ ദിവസം ഉസ്താദിനോടും മറ്റുമൊക്കെ വന്ന് അവർ പറഞ്ഞത് ഞങ്ങൾ അക്കനൊക്കെ നിന്നാലും അവസാനം മനസ്സിൽ വോട്ട് ചെയ്യാൻ തീരുമാനിക്കുന്നത് ഉസ്താദ് പറഞ്ഞ ആ ഒരു ചാനലിലാണ്. അത്രത്തോളം ആത്മാർത്ഥമായി നമ്മുടെ സംഘടനയുടെ പ്രവർത്തകർ ഒരുമിച്ചൊന്നായി രംഗത്ത് വന്ന ഈ ഘട്ടത്തിൽ വളരെ നീണ്ട ചർച്ചകൾ അങ്ങോട്ടും ഇങ്ങോട്ടും ജനറൽ സെക്രട്ടറി പറഞ്ഞതിൽ നിന്ന് മനസ്സിലാകാതെ പോയ ചിലർ കായംകുളം, അമ്പലപ്പുഴയും എടുത്തു പറയാനും ഒക്കെ തുനിഞ്ഞതുകൊണ്ടാണ് ഞാനിപ്പോൾ ഇതിൽ ഇടപെട്ടത്. അതുകൊണ്ട് അങ്ങനത്തെ ഒരു ലെവലേശം ചായ്വ് വരാതെ
മലബാറിനേക്കാൾ വളരെ നിർണായകമാണ്. നമ്മുടെ തെക്കൻ കേരളത്തിൽ കുറഞ്ഞ ഭൂരിപക്ഷത്തിനാണ് സ്ഥാനാർത്ഥികൾ ജയിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് നമ്മുടെ വോട്ടുകൾ നിർണായകമാണ്. നമ്മളെല്ലാവരും വോട്ട് ചെയ്യുകയും നമ്മുടെ കുടുംബത്തെ കൊണ്ട് വോട്ട് ചെയ്യിപ്പിക്കുകയും നമ്മുടെ സംഘടനയുടെ പ്രസ്ഥാനത്തിന്റെ 1969 ഒന്നും സമദൂര സിദ്ധാന്തത്തിൽ നിന്ന് നമ്മൾ പുറന്നോട്ടൊന്നും പോയിട്ടില്ല. സമദൂര സിദ്ധാന്തം എന്ന് പറഞ്ഞാൽ ഒരു കക്ഷി രാഷ്ട്രീയത്തിനും നാം അടിമപ്പെട്ട് എപ്പോഴും അവരുടെ കൂടെ നിൽക്കുമെന്ന് ഗ്യാരണ്ടി കൊടുക്കാതെ നമ്മുടെ തീരുമാനമനുസരിച്ച് അവരോട് അകലം പാലിക്കുകയും ആവശ്യത്തിനനുസരിച്ച് പ്രതികരിക്കുകയും ചെയ്യുക എന്നതാണ്. ഇപ്രാവശ്യത്തെ നമ്മുടെ തീരുമാനം ആ സമദൂര സിദ്ധാന്തത്തിൽ നിന്നുകൊണ്ട് തന്നെ രണ്ട് പാർട്ടികളും ഉസ്താദിന്റെ അടുക്കൽ വരികയും സംസാരിക്കുകയും ഒക്കെ ചെയ്തിട്ട് ഹൈദരലി ശഹാബദങ്ങളുമായുള്ള ഒരു മീറ്റിങ്ങിന് പോലും UDFന്റെ കോൺഗ്രസിന്റെ വക്താക്കളോ ലീഗിന്റെ വക്താക്കളോ തയ്യാറാകാതിരിക്കുകയും നമ്മുടെ സംഘടനയും പ്രസ്ഥാനത്തെയും ചെറുതാക്കി കാണിക്കുകയും ചെയ്തപ്പോൾ ശക്തമായ മറുപടി കൊടുക്കാനുള്ള ഈ അവസരം നമ്മുടെ ആലപ്പുഴയിൽ ഒറ്റ സ്ഥലത്തു നിന്നും പാളിപ്പോകാതിരിക്കാൻ ഏതെല്ലാം രീതിയിൽ നമുക്ക് താഴെത്തട്ടിലേക്ക് പ്രവർത്തകരിലേക്ക് എത്തിക്കാൻ കഴിയുമോ ആ രീതിയിൽ രഹസ്യ സ്വഭാവം കാത്തു സൂക്ഷിച്ചുകൊണ്ട് തന്നെ പ്രത്യക്ഷമായ ആരുടെയും വിരോധം പിടിച്ചു പറ്റാതെ തന്നെ നമ്മുടെ ലക്ഷ്യം സാധിച്ചെടുക്കാനുള്ള എല്ലാ ശ്രമങ്ങളും നടത്തുകയും ഇത് സംബന്ധമായി ആശങ്കയുള്ള എല്ലാ വർത്തമാനങ്ങളും ഇതോടെ അവസാനിപ്പിക്കുകയും ചെയ്യുമെന്ന പ്രതീക്ഷയോടെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.